2026 മുതൽ 2027 വേണം വരെയുള്ള കാലയളവിൽ ഇവർക്ക് 70% ഗുണവും 30% ദോഷവും എന്ന് പറയാൻ പറ്റില്ല. അതിൽ അത്രയേറെ മനപ്രാസം ഉണ്ടാക്കുന്ന വിഷയങ്ങളുണ്ടാകും. കോപം കുറയ്ക്കണം, എല്ലായിടത്തും ആവശ്യമില്ലാതെ ജാമ്യം നിൽക്കരുത്. എന്നാൽ നിങ്ങൾ യുവതിയാണെങ്കിൽ തുടങ്ങിപ്പോയ വിവാഹം നടക്കും, ജോലി കിട്ടും, ട്രാൻസ്ഫർ ആകും, പ്രായമുള്ളവരുടെ മക്കൾക്ക് ജോലി കിട്ടും, അവരുടെ വിവാഹം നടക്കും, ഇത്യാദി കാര്യങ്ങൾ ഭാഗ്യവശാൽ ഇതെല്ലാം നടക്കുന്നതാണ്, യാതൊരു സംശയവുമില്ല. ഇതാണ് ഇതിൻ്റെ വിഷുഫലം. അടുത്തത് മകരക്കൂറാണ്. മകരത്തിൽ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങൾ, തിരുവോണം അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ. ഇവർക്ക് ഈ മകരക്കൂറുകാർക്ക് 100% 2026 വിഷുഫലം സർവ്വവിധ വിജയങ്ങളും ഉണ്ടാകും. നിങ്ങൾ ഊർജ്ജസ്വലരാണ്, ഭാഗ്യമുള്ളവരാണ്, ഭാവനാശാലികളാണ്. കാരണം എന്താണ്? ഇത് ചൊവ്വയുടെ ഉച്ചൻ ക്ഷേത്രമാണ്. കർമ്മകുശലതയിൽ വിഹരിക്കുന്നവരാണ് നിങ്ങൾ ഒരിക്കലും മടി പിടിച്ചിരിക്കുന്നവരല്ല. എല്ലാം ഒന്നിൽ കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭവനങ്ങളായ ഒന്നിൽ കൂടുതൽ ഭവനം ഉണ്ടാകും, ജോലി, വരുമാനം, ഇതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായി കവർ ചെയ്ത് പോകാമെങ്കിൽ നിങ്ങൾക്ക് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് പോകാൻ കഴിയും. 2026 അത്യന്തം ഗുണകരമാണ് നിങ്ങൾക്ക്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ ഉള്ളത് അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങൾ, ചതയം ഉരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങൾ, ഉരുട്ടാതി 3 പാദങ്ങൾ. ഇതാണ് കുംഭം. പിന്നെ ചിഹ്നം തന്നെ നിറക്കുടമാണ്. എല്ലാ ആശയങ്ങളും എല്ലാ പ്രവൃത്തിയും അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്ത് വിജയം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്താവശ്യത്തിനും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്നെ തീയതിയെല്ലാം കുറിച്ച് കൊണ്ട് എന്നെ അറിയിക്കാം, ഞാൻ വിശദീകരിച്ച് തരുന്നതാണ്. യാതൊരു മടിയും കൂടണ്ട. ഈ ചതയ നക്ഷത്രക്കാർക്കാണെങ്കിൽ മന്ത്രതന്ത്രാദികൾ പഠിക്കാൻ പറ്റിയ ആളുകളാണ്. അതിൻ്റേതായ ഡെഡിക്കേഷൻ വേണം. മറ്റേതെങ്കിലും ജോലിയുടെ കൂടെ ചെയ്യാവുന്ന കാര്യമല്ല ജ്യോതിഷ പഠനം, മന്ത്രവാദം, മന്ത്രതന്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളത്. ടാലൻ്റുള്ളവർ എല്ലാം മാറ്റിവെച്ച് പഠിച്ചാൽ ഭാവിയിൽ അത് വിജയം തന്നെ നിങ്ങൾക്ക് ഉത്സാഹം ഉണ്ടാകും. അടുത്തത് മീനം. ഉരുട്ടാതി അവസാനത്തെ 6 മണിക്കൂർ, ഉരുട്ടാതി രേവതി. ഇതാണ്. അതിൽ 330 360 ഡിഗ്രിക്ക് മധ്യയുള്ള മീനക്കൂറെന്ന് പറഞ്ഞാൽ അത്യന്തം ശോഭനമായ ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഭവനമുള്ളവരും മേന്മയുള്ളവരും ഭാഗ്യമുള്ളവരുമാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നവരും നാടും വീടും പ്രസിദ്ധരാകുന്നവരും ആകണം, ഒരു സംശയമില്ല. ഡിഗ്രി ആണെങ്കിൽ പോലും 1, 2 ഡിഗ്രികൾ കാണും. ജോലി തേടുന്നവർക്ക് നല്ല അവസരമാണ്. വിദേശത്തും സ്വദേശത്തും നല്ലതാണ്. മേടം എന്ന് പറയുമ്പോൾ വിഷു പറയുന്നത് എന്തിനാണ്? മേടത്തിലെ കാരണമുണ്ട്. ചെറിയൊരു കാരണമാണ്, വിശാലമായ അർത്ഥമാണ്. മുമ്പ് നമ്മൾ കണ്ടിരുന്നത് കൃഷിയും ജന്മിത്വവും ജോലിക്കാരും വേലക്കാരും ഒക്കെയുള്ള ഒരു സമ്പന്നമായ ഒരു സാധാരണ ഒരു സമൃദ്ധമായ ഒരു സമൂഹത്തെയാണ് നമ്മൾ വിഷു എന്ന് പറയുന്നത്. അവർക്ക് കാണിക്ക വയ്ക്കുക, അവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കുക, ഇതൊക്കെ അതിൻ്റെ കൂടെ ഉള്ളത്. അത് മനുഷ്യത്വം, ജോലി, വരുമാനം കൈമാറുന്ന സാഹോദര്യം പങ്കിടുന്ന ഒരു ഉത്സവം കൂടിയാണ്, കാർഷിക ഉത്സവമാണ്. എന്നാൽ മേടം എന്ന് പറയുന്നത് വിഷു എന്ന് പറയുന്ന വാക്കിനർത്ഥം തുല്യം എന്നാണ്. എന്താണ് തുല്യം? 6:15 മണിക്ക് പ്രഭാതം, 6:15 മണിക്ക് അസ്തമയം. രാവിലെ 6:15 തുടങ്ങുന്നു, വൈകുന്നേരം 6:15 തീരുന്നു. പിന്നെ തുല്യതയുള്ള ഒരേ ഒരു മാസമാണ് മേടം. തുല്യമെന്നാണ് വിഷുവിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ജ്യോതിഷം തുടങ്ങുന്നത് ഏത് രാജ്യത്തായാലും മേടത്തിൽ നിന്നാണ്. ആദ്യത്തെ മാസം അറിയാമല്ലോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ലിയോ, നമ്മുടെ ചിങ്ങമാസം അല്ല, വിജയത്തിലെ മാസത്തിലല്ല ജ്യോതിഷം തുടങ്ങുന്നത്. ജ്യോതിഷം തുടങ്ങുന്നത് തുല്യത പാലിക്കുന്ന പ്രകൃതിയിൽ തന്നെ പകൽ 12, രാത്രി 12 മണിക്കൂർ, 24 മണിക്കൂർ തുല്യത. ആ വാക്കാണ് വിഷു. സന്തോഷം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു.